കാലങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കോടൊക്കെ മൂടി അടിപൊളി ഒരു സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കോയമ്പത്തൂരിലേക്ക് അല്ലെങ്കിൽ പാലക്കാട് ബോർഡർ കഴിയുന്ന സമയത്ത് തന്നെ ഇടതുഭാഗത്തായിട്ട് ഒരു വലിയ മലയുടെ മേലെ ഒരു അമ്പലം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ മല കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് ശ്രീ ധർമ്മലിംഗേശ്വർ ക്ഷേത്രമാണ് ഇതിന് മുകളിലുള്ളത്, മധുകര. അപ്പോൾ ഞങ്ങൾ ഇതിന് മേലേക്ക് പോവാണ്. നമുക്ക് മേലത്തെ കാഴ്ചകളൊന്ന് കാണാം. നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വരുമ്പോഴെല്ലാം ഒരുപാട് വട്ടം ഈ മലനിരകൾ ഒരു അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഏകദേശം ഒരു 800 പടികൾ കയറണമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. കോടമഞ്ഞ് കാരണം മുകളിലേക്കുള്ള കാഴ്ച വ്യക്തമായിരുന്നില്ല. അത് ഈ മലകയറ്റത്തിന്റെ കാഠിന്യം കുറയ്ക്കുമെന്ന് ഉറപ്പാണ്. മലയുടെ ഇരുവശങ്ങളിലും ഇതുപോലെ കല്ലുകൾ കൂട്ടിവെച്ചിരിക്കുന്നത് കണ്ടു. ഇതൊരാചാരമാണെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. ഇപ്പോഴാണ് യാത്ര യഥാർത്ഥത്തിൽ ആസ്വദിക്കാനാകുന്നത്. മുഴുവനായും കോടമഞ്ഞിനാൽ മൂടിയിരിക്കുന്നു. ഒരു 10 അടി മുന്നിലേക്കെല്ലാം അവ്യക്തമാണ്. എത്രത്തോളം ഉയരത്തിലാണെന്നോ ഇനി എത്രത്തോളം ഉയരത്തിലേക്ക് പോകാനുണ്ടെന്നോ അറിയില്ലായിരുന്നു. സത്യത്തിൽ തൊട്ടരികിൽ ഇങ്ങനെ ഒരു സ്വർഗമുള്ളത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പടിയിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗി തോന്നി. വരുന്ന വഴിയിലെല്ലാം ഇത്തരം അട്ടകളെ ഒരുപാടായി കണ്ടു. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി പെയിന്റിംഗ് ജോലികൾ നടക്കുന്നുണ്ട്. ഇവിടം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വിലക്കുമുണ്ട്. ഈ കയറി വരുന്ന കഴുതകളെ ഒരല്പം കൗതുകത്തോടെ നോക്കി നിന്നതാണ്. അടുത്തെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ക്ഷേത്രത്തിനകത്ത് പണികളുടെ ആവശ്യത്തിന് ഇഷ്ടികകൾ ചുമടുമായി വരുന്നവയാണിവ. ഏകദേശം 10 മണിയോടെ കോടമഞ്ഞ് നീങ്ങി തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കുന്നു. താഴേക്കുള്ള കാഴ്ചകൾ ഇപ്പോഴാണ് വ്യക്തമായത്. പറഞ്ഞറിയിക്കാനാകാത്ത ഒരു ഭംഗിയായിരുന്നു. ഇവിടെ കാറ്റൊരു രക്ഷയില്ല, ഭയങ്കര കാറ്റാണ്. ഇത് ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ക്ഷേത്രമാണ്. ഒരു 800 പടികൾക്ക് മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവരെ അവർ വനവാസത്തിന്റെ സമയത്ത് ഇതുവഴി പോവുകയും യുധിഷ്ഠിരൻ ഇവിടെ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഭീമൻ താഴെ കാവൽ നിന്നിട്ടുണ്ട്. അപ്പം ഭീമന്റെ ഒരു പ്രതിമ താഴെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഞങ്ങൾ മുകളിൽ എത്തിയതിനു ശേഷമാണ് ഇതറിഞ്ഞത്, ഇങ്ങനെ ഇവിടെ ഒരു ഇത് ഉണ്ട് എന്നുള്ളത്. പിന്നെ എന്താണ് ഞങ്ങൾ താഴേക്ക് പോവാണ്. വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. താഴെത്തിയിട്ട് കാണാം. താഴെ നവഗ്രഹ ക്ഷേത്രത്തിന് സമീപത്തായി ഒരു മാവുണ്ട്. ഇതിൽ 3 വ്യത്യസ്ത രുചികളിൽ മാമ്പഴം ഉണ്ടാകാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതിനടുത്ത് തന്നെയാണ് ഭീമന്റെ പ്രതിമയും സ്ഥിതി ചെയ്യുന്നത്. തിരിച്ചു യാത്രയായപ്പോൾ ഒന്നുകൂടെ വണ്ടി നിർത്തി. ആ സൗന്ദര്യം ഒരിക്കൽ കൂടെ ആസ്വദിക്കാതെ വയ്യ. ആരോ പറഞ്ഞതുപോലെ കണ്ടതെല്ലാം മനോഹരം, കാണാനിരിക്കുന്നത് അതിമനോഹരം. യാത്രകൾ ഇനിയും തുടരും.